بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. വിശ്വസിച്ചവർക്കും അള്ളാഹു ഒരു ഉദാഹരണം എടുത്തുകാട്ടുന്നു ഫിർഔന്റെ ഭാര്യയെ. അതായത് അവൾ പറഞ്ഞ സന്ദർഭം, എന്റെ റബ്ബേ, എനിക്കു നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് സ്ഥാപിച്ചു തരണമേ. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ. അക്രമികളായ ജനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ. വചനം 11. വളറബല്ലാഹു, അല്ലാഹു വിവരിക്കുകയും ചെയ്യുന്നു, എടുത്തു കാട്ടുകയും ചെയ്യുന്നു. മസലൻ, ഒരു ഉദാഹരണം. ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. ഇമ്രഅത ഫിർഔന, ഫിർഔന്റെ സ്ത്രീയെ, ഭാര്യയെ. ഇദ് ഖാലത്, അവൾ പറഞ്ഞ സന്ദർഭം. റബ്ബിബ്നി ലീ, റബ്ബേ, എനിക്ക് സ്ഥാപിച്ചു തരണേ, നിർമ്മിച്ചു തരണേ. ഇൻദക ബൈതൻ, നിന്റെ അടുക്കൽ ഒരു വീട്. ഫിൽ ജന്നതി, സ്വർഗത്തിൽ. വനജ്ജിനി, എന്നെ രക്ഷിക്കുകയും വേണമേ. മിൻ ഫിർഔന, ഫിർഔനിൽ നിന്ന്. വഅമലിഹി, അവന്റെ പ്രവർത്തനത്തിൽ നിന്നും. വനജ്ജിനി, എന്നെ രക്ഷപ്പെടുത്തുകയും വേണമേ. മിനൽ ഖൗമി, ജനങ്ങളിൽ നിന്ന്. അല്ലാലിമീൻ, അക്രമികളായ. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. വചനം 12. വമർയമ, മറിയമിനെയും. ഇബ്നത ഇമ്രാന, ഇമ്രാന്റെ മകൾ, പുത്രി. അല്ലതി അഹ്സനത്, സൂക്ഷിച്ചവളായ, കാത്തളായ. ഫർജഹ, തന്റെ ഗുഹ്യസ്ഥാനം. ഫനഫഖ്നാ ഫീഹി, അങ്ങനെ നാം അതിൽ ഊതി. മിർ റൂഹിന, നമ്മുടെ ആത്മാവിൽ നിന്ന്, ജീവനിൽ നിന്ന്. വസദ്ദഖത്, അവൾ സത്യമാക്കുകയും ചെയ്തു, ശരിവെക്കുകയും ചെയ്തു. ബികലിമാത്തില്ലാഹി, വചനങ്ങളെ, വാക്കുകളെ, കൽപ്പനകളെ. റബ്ബിഹ, അവളുടെ റബ്ബിന്റെ. വകുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളെയും. വകാനത്, അവൾ ആയിരുന്നു താനും, ആയിത്തീരുകയും. മിനൽ ഖാനിതീൻ, ഭക്തന്മാരിൽപ്പെട്ടവൾ, കീഴ്വണക്കമുള്ളവരുടെ കൂട്ടത്തിൽ. ഇമ്രാന്റെ മകൾ മറിയമിനെയും ഉദാഹരണമാക്കുന്നു. അതായത് തന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച് ചാരിത്രശുദ്ധി സംരക്ഷിക്കുകയും അങ്ങനെ നമ്മുടെ വക ആത്മാവിൽ നിന്നും അതിൽ നാം ഊതുകയും ചെയ്തവൾ. തന്റെ റബ്ബിന്റെ വചനങ്ങളെയും അവന്റെ വേദഗ്രന്ഥങ്ങളെയും അവൾ സത്യമായി വിശ്വസിക്കുകയും ചെയ്തു. അവൾ ഭക്തരുടെ കൂട്ടത്തിൽപ്പെട്ടവൾ ആയിരുന്നുതാനും. 10 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. സത്യവിശ്വാസവും സൽക്കർമ്മവും കൊണ്ടല്ലാതെ ആർക്കും രക്ഷയില്ല. പ്രവാചകന്മാരടക്കമുള്ള മഹാന്മാരുടെ സന്തുബന്ധുക്കൾ പോലും ഇതിൽ നിന്ന് ഒഴിവല്ല. അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുന്ന ശിക്ഷാ നടപടികളെ
ആർക്കും ആരിൽ നിന്നും തടയുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് എത്ര ധിക്കാരികളായ അവിശ്വാസികളുടെ ബന്ധുക്കളായിരുന്നാലും അവർ സത്യവിശ്വാസികളും സൽക്കർമ്മികളുമാണെങ്കിൽ അവർക്ക് അള്ളാഹുവിങ്കൽ രക്ഷയും പ്രതിഫലവുമുണ്ട്. ഇതിൽ ആണും പെണ്ണും എന്ന് വ്യത്യാസമില്ല. എന്നിങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തു കാണിക്കുന്നത്. ആദ്യം പറഞ്ഞതിന് ഉദാഹരണമായി നൂഹ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം എന്നീ പ്രവാചകന്മാരുടെ ഭാര്യമാരെ അള്ളാഹു എടുത്തു കാട്ടി. 2 സ്ത്രീകളും അവരുടെ ഭർത്താക്കളായ ആ പ്രവാചകന്മാരെ വഞ്ചിച്ചു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് ജനമധ്യേ പ്രചരിപ്പിച്ചിരുന്നുവെന്നും ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്ന അതിഥികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് പ്രകൃതി വിരുദ്ധമായ ദുർനടപ്പുകളിൽ മുഴുകിയവരായിരുന്നുവല്ലോ അവർ ഗൂഢമായി വിവരം കൊടുത്തിരുന്നുവെന്നും മറ്റും പറയപ്പെടുന്നു. അള്ളാഹുവിനറിയാം. ഏതായാലും 2 പേരും തങ്ങളുടെ ഭർത്താക്കളായ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾക്കും അധ്യാപനങ്ങൾക്കും എതിരായി കാപട്യം സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ പ്രവാചകന്മാർക്ക് അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാൻ കഴിഞ്ഞില്ല. പ്രവാചകന്മാരുടെ ഭാര്യമാരാണെന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും രക്ഷ കിട്ടിയതുമില്ല. വമ്പിച്ച ശക്തിയും പ്രതാപമുള്ളവനും അങ്ങേയറ്റത്തെ ധിക്കാരിയുമായിരുന്ന ഫിർഔന്റെ ഭാര്യയുടെ നില ഇവരുടെ പേർ ആസിയ എന്നാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അവൻ്റെ അക്രമങ്ങളോ അനിഷ്ടങ്ങളോ വകവെക്കാതെ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടി വമ്പിച്ച ത്യാഗങ്ങൾ വരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് അള്ളാഹുവിങ്കൽ മഹത്തായ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ അള്ളാഹുവിൻ്റെ വമ്പിച്ച അനുഗ്രഹങ്ങൾക്ക് പാത്രമായ മറ്റൊരു മഹദിയാണ് ഇമ്രാൻ്റെ മകളും ഈസാ അലൈഹിസ്സലാം നബിയുടെ മാതാവുമായ മറിയം അലൈഹിസ്സലാം. ഗുണവതിയും സദ്വൃത്തയുമായിരുന്ന അവർ തൻ്റെ ചാരിത്രം കാത്തുരക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളും വേദവാക്യങ്ങളും ശരിക്കു പാലിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ജീവിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ മഹത്തായ ആദരവിനും അനുഗ്രഹത്തിനും പാത്രമായി തീർന്നു. അല്ലത്തി അഹ്സനത്ത് ഫർജഹ അഥവാ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവൾ എന്നു പറഞ്ഞതിൻ്റെ സാരം തൻ്റെ ചാരിത്രശുദ്ധി സംരക്ഷിച്ചവൾ എന്നത്രേ. ഈ അർത്ഥത്തിന് ഖുർആൻ ഈ വാക്കുകൾ ഉപയോഗിച്ചതിൽ അടങ്ങിയ ചില സൂചനകളും മറ്റും സൂറത്ത് അംബിയ 91 വ്യാഖ്യാനത്തിൽ നാം വിവരിച്ചത് ഓർക്കുക. ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ 2 ദുഷിച്ച സ്ത്രീകളുടെ ഉദാഹരണങ്ങളും 2 സദ്വൃത്തരായ സ്ത്രീകളുടെ ഉദാഹരണങ്ങളും ഉദ്ധരിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ആദ്യത്തെ 2 പേരെ പോലെ ആകാതിരിക്കുവാനും ഒടുവിലത്തെ 2 സ്ത്രീകളെപ്പോലെ ആയിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു സൂചന കാണാം. വല്ലാഹു അഅലം. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖാനിതീൻ വഹ്ശുർനാ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വസ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ.